മത്സ്യ കവാടത്തിൽ വെച്ച് അലക്സാണ്ടർ എന്ന പട്ടാളക്കാരനോട് ഈശോ സംസാരിക്കുന്നു. 1945 ജനുവരി 24. നേരം വെളുത്തു. ഒരിക്കൽ കൂടി കഴുതകളുടെ നീണ്ട നിര കവാടത്തിന് മുൻപിൽ കാണപ്പെട്ടു. കവാടം ഇനിയും തുറന്നിട്ടില്ല. ജോണിനോടും സൈമണോടുമൊപ്പം ഈശോ നിൽക്കുകയാണ്. ചില കച്ചവടക്കാർ ഈശോയെ തിരിച്ചറിഞ്ഞു ചുറ്റും കൂടിയിട്ടുണ്ട്. കതക് തുറന്ന് ഈശോയെ കണ്ടപ്പോൾ കാവൽക്കാരിൽ ഒരാൾ ഓടി ഈശോയുടെ അടുത്തെത്തി. ഗലീലിയക്കാരാ, നമസ്കാരം. ബഹളം കൂട്ടുന്ന ഈ ജനത്തോട് ഒന്നടങ്ങിയിരിക്കാൻ പറയൂ. അവർക്ക് ഞങ്ങളെപ്പറ്റിയാണ് പരാതി. ഞങ്ങളെ ശപിക്കുകയും ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതിരിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. ഇത് അവരുടെ ആരാധനയുടെ ഭാഗമാണ് എന്നാണ് അവർ പറയുന്നത്. ധിക്കാരത്തിലാണ് അവരുടെ മതവിശ്വാസം ഊന്നി നിൽക്കുന്നതെങ്കിൽ അതെന്ത് മതവിശ്വാസമാണ്? പ്രിയപ്പെട്ട സൈനിക, അവരോട് കുറെ ക്ഷമ കാട്ടൂ. ഇഷ്ടമില്ലാത്ത ഒരു അതിഥിയെ വീട്ടിൽ പൊറുപ്പിക്കേണ്ടി വരുന്നവരെ പോലെയാണ് ഈ ജനങ്ങൾ. പക്ഷേ അതിഥി അവരെക്കാൾ ശക്തനായതുകൊണ്ട് പുറത്താക്കാൻ പറ്റില്ല. പ്രതികാരം ചെയ്യാൻ അവർക്കുള്ള ആയുധം പരിഹാസമാണ്, നീണ്ട നാവാണ്. അത് ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ കടമ ഞങ്ങൾ നിർവഹിക്കണമല്ലോ. അതുകൊണ്ട് ഈ ജനത്തെ ഞങ്ങൾ ശിക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൂടുതൽ വേണ്ടാത്തവരാകുന്നു, വെറുക്കപ്പെടുന്ന അതിഥികളായിത്തീരുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ചുമതല നിർവഹിക്കണം, പക്ഷെ മനുഷ്യത്വം കൈവിടാതെ അത് ചെയ്യണം. ഞാൻ അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. അപ്പോൾ നിങ്ങളെ അടക്കി ഭരിക്കുന്നവരോട് നിങ്ങൾക്ക് അനുകമ്പ തോന്നും. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് അഹന്തയില്ല, ഞങ്ങളോട് പുച്ഛമില്ല. മറ്റു പാലസ്തീൻകാർ ഞങ്ങളെ കാണുമ്പോൾ കാർക്കിച്ചു തുപ്പും. അവർക്ക് ഞങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി തരുന്നതിനോ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോഴോ ഞങ്ങളെ പിഴിയാൻ അവർക്ക് സന്തോഷമാണ്. അപ്പോൾ റോമക്കാരൻ്റെ സ്വർണത്തിന് പതിത്വമില്ല. സൈനിക, മനുഷ്യർക്ക് മാനുഷിക ദൗർബല്യങ്ങൾ കാണും. അതെ, ഒരു കുരങ്ങിനേക്കാൾ നുണ പറയുന്നവനാണ് മനുഷ്യൻ. പാമ്പിനെ പോലെ കാലിന് കൊത്താൻ കാത്തിരിക്കുന്നവരുടെ ഇടയിൽ കഴിയുക വലിയ പ്രയാസമാണ്. ഞങ്ങൾക്കും വീടുണ്ട്, അമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. അതാണ് ഞാനും പറയുന്നത്. എല്ലാവരും ഇതൊക്കെ ഓർത്താൽ പരസ്പരം വിരോധം വെച്ചുകൊണ്ടിരിക്കില്ല. അവരുടെ മതവിശ്വാസം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ പറയാം. വിശുദ്ധമായൊരു മതമാണ് അവരുടേത്. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കണമെന്നാണ് ആ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. നിയമങ്ങൾ അനുസരിക്കണമെന്ന് ആ മതം അനുശാസിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ നിയമങ്ങളാണെങ്കിൽ പോലും നിയമം അനുസരിക്കണം. ഇസ്രയേൽക്കാരായ എൻ്റെ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. വേറൊരു രാജ്യത്തിന് അധീനമായിരിക്കുക എന്ന അവസ്ഥ ഒരു ജനതയ്ക്ക് ഇതിൽപ്പരം ഒരു ദുരവസ്ഥ സംഭവിക്കാനില്ല. എന്നാൽ ആ ജനത സത്യസന്ധമായ ഒരു ആത്മശോധന നടത്തുകയാണെങ്കിൽ മിക്കപ്പോഴും തങ്ങൾ സ്വയം വരുത്തിവെച്ച ഒരു വിനയാണ് ഇതെന്ന് അവർക്ക് ബോധ്യമാകും. ദൈവത്തെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് അടിമത്തത്തിൻ്റെ കാരണമെന്ന് അവർ ഗ്രഹിക്കും. പ്രവാചകന്മാർ പറഞ്ഞത് എന്താണ്? ഇതിനെപ്പറ്റി എത്രയോ തവണ അവർ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. എത്രയോ തവണ പ്രവാചകന്മാർ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും സംഭവങ്ങളും ഭാവിയിൽ വരാൻ പോകുന്ന സംഭവങ്ങളും എടുത്തുകാട്ടി. ഭരണാധികാരി ഒരു ജനതയുടെ ശിക്ഷയാണ്. നന്ദികേട് കാട്ടുന്ന മകൻ്റെ പുറത്ത് വീഴുന്ന ചാട്ടവാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അവസ്ഥ എങ്ങനെ ഒഴിവാക്കാമെന്നവർ എത്രയോ തവണ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുക. കലാപം കൊണ്ടും യുദ്ധം കൊണ്ടും മുറിവുകൾ സുഖപ്പെടില്ല. കണ്ണുനീർ ഇല്ലാതാകില്ല. ചങ്ങലകൾ പൊട്ടിക്കാനും അവയ്ക്ക് കഴിയില്ല. നീതിബോധമുള്ളവരായി ജീവിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകും. അപ്പോൾ ദൈവം ഇടപെടും. നല്ല മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സൈന്യങ്ങൾ, മാലാഖമാർ അണിനിരക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുധങ്ങൾക്കും സൈന്യങ്ങൾക്കും എന്തു ചെയ്യാനാകും? നമുക്ക് പ്രഹരമേറ്റോ? ഭാവിയിൽ പ്രഹരിക്കേണ്ട ആവശ്യമുണ്ടാകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ജീവിക്കാം. പുതുതായി പാപം ചെയ്ത് നിങ്ങളുടെ ചങ്ങലകൾ ഇരട്ടിപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങൾക്ക് ഈശ്വരവിശ്വാസമില്ല, ദൈവത്തെ അറിയാത്ത ജനമാണ് നിങ്ങളെന്ന് പുറംജാതിക്കാർ വിചാരിക്കാൻ ഇടയാക്കരുത്. ദൈവത്തിൽ നിന്ന് നേരിട്ട് നിയമസംഹിത സ്വീകരിച്ചവരാണ് നിങ്ങൾ. ആ നിയമത്തെ ആദരിക്കുവേൻ. ഇവർ നമ്മുടെ അധീനത്തിലായിരിക്കാം, പക്ഷെ നമ്മേക്കാൾ വലിയ ജനതയാണിത്. ഇവരുടെ മഹത്വം ആൾബലത്തെയോ പണത്തെയോ സൈനിക ശക്തിയെയോ അധികാരത്തെയോ ആസ്പദമാക്കിയുള്ളതല്ല.
അവർ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നത്രേ അവരുടെ മഹത്വത്തിന് കാരണം. പരിശുദ്ധനും പരിപൂർണനും ശക്തനുമായ ഒരു ദൈവത്തിൻ്റെ ദൈവികമായ പിതൃത്വം ഇവിടെ പ്രകടമാണ്. ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ അടയാളം ഇവിടെ കാണാൻ കഴിയും എന്ന് പറഞ്ഞു. റോമൻ ഭരണാധികാരികൾ നിങ്ങളുടെ ചങ്ങലകൾക്ക് മുമ്പിൽ കുമ്പിടുന്നതിന് ഇടയാകണം. അവർ അതേപ്പറ്റി ധ്യാനിക്കട്ടെ. അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് സത്യദൈവത്തെ പറ്റിയുള്ള സത്യം കണ്ടെത്തട്ടെ. ദൈവജനത്തിൻ്റെ ഭാഗമായ ഏതൊരാൾക്കും അയാൾ എത്ര പാവപ്പെട്ടവനും അക്ഷരജ്ഞാനം ഇല്ലാത്തവനുമായാലും പുറം ജാതിക്കാരനെ തൻ്റെ ജീവിത മാതൃക വഴി പഠിപ്പിക്കാൻ കഴിയും. പരിശുദ്ധമായ ജീവിതവും സൽകൃത്യങ്ങളും പുറം ജാതിക്കാരോട് ദൈവത്തെപ്പറ്റി നടത്തുന്ന പ്രബോധനമായി തീരും. പോയിക്കൊള്ളുക, നിങ്ങൾക്ക് സമാധാനം. യൂദാസ് വരാൻ താമസിക്കുന്നു, അതുപോലെ തന്നെ ഇടയന്മാരും. സൈമൺ പറഞ്ഞു, നിങ്ങൾ ആരെയെങ്കിലും കാണാൻ നിൽക്കുകയാണോ? ഈശോയുടെ പ്രസംഗം സശ്രദ്ധം കേട്ടുനിന്ന സൈനികൻ ചോദിച്ചു. എൻ്റെ ചില കൂട്ടുകാരെത്താനുണ്ട്. തണുപ്പുള്ള ഈ ഇടനാഴിയിലേക്ക് കയറി നിൽക്കൂ. രാവിലെ മുതൽ നല്ല ഉഷ്ണമാണ്. നിങ്ങൾ പട്ടണത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ ഗലീലയിലേക്ക് മടങ്ങുകയാണ്. നടന്നാണോ പോകുന്നത്? അതെ, നടന്നു തന്നെ. ഞാൻ പാവപ്പെട്ടവനാണ്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? എനിക്ക് അമ്മയേയുള്ളൂ. ഞാനും വരുന്നു. മറ്റുള്ളവർ ഞങ്ങളെ വെറുക്കുന്നത് പോലെ ഞങ്ങളെ വെറുക്കുന്നില്ലെങ്കിൽ, ഞങ്ങളോട് പുച്ഛമില്ലെങ്കിൽ, എനിക്ക് അപ്രിയമായി പാപം മാത്രമേ ഉള്ളൂ. സൈനികൻ ഈശോയെ സൂക്ഷിച്ചു നോക്കുന്നു. അയാൾ അത്ഭുതപ്പെടുകയും ചിന്താമഗ്നനാവുകയും ചെയ്യുന്നു. നിങ്ങളെക്കൊണ്ട് സർക്കാരിനൊരു ശല്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളുടെ വാൾ നിങ്ങൾക്കെതിരായി ഒരിക്കലും ഉയർത്തപ്പെടുകയില്ല. നിങ്ങൾ നല്ലവനാണ്. പക്ഷേ മറ്റുള്ളവർ. ഇടനാഴിയിലെ അരണ്ട വെളിച്ചത്തിലാണ് ഈശോ നിൽക്കുന്നത്. ജോൺ നഗരത്തിലേക്ക് നോക്കി നിൽക്കുന്നു. സൈമൺ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൽക്കൂനയുടെ പുറത്തിരിക്കുകയാണ്. നിങ്ങളുടെ പേരെന്താണ്? ഈശോ. അത്ഭുതം പ്രവർത്തിക്കുന്ന ആൾ നിങ്ങളാണല്ലേ? മരിച്ചവരെ പോലെ ഉയർപ്പിക്കുന്ന ആൾ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വെറും ഒരു മന്ത്രവാദിയാണെന്ന്. ഞങ്ങളുടെ ഇടയിലും മന്ത്രവാദികളുണ്ട്. ചിലരെല്ലാം മിടുക്കന്മാരാണ്, പക്ഷേ രോഗികളെ സുഖപ്പെടുത്താൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്? ഈശോ പുഞ്ചിരിക്കുന്നതല്ലാതെ മറുപടിയൊന്നും പറയുന്നില്ല. നിങ്ങൾ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ടോ? മരിച്ചവരുടെ അസ്ഥികളിൽ നിന്നും മജ്ജയിൽ നിന്നും ഉണ്ടാക്കിയ തൈലമുണ്ടോ? പാമ്പുകളെ ചുട്ടെടുത്ത ഭസ്മമുണ്ടോ? പെരുമ്പാമ്പിൻ്റെ ഗുഹകളിൽ നിന്നും ശേഖരിച്ച മായാജാല കല്ലുകളുണ്ടോ? ഇതൊന്നും എനിക്കില്ല. എൻ്റെ ശക്തി മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സിദ്ധനാണ്. ഞങ്ങളുടെ ഇടയിലും പുരോഹിതന്മാരും ദേവാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കന്യകകളുമുണ്ട്. അവരിൽ ചിലർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ അവകാശപ്പെടുന്നത് ഏറ്റവും പരിശുദ്ധമായ ജീവിതം നയിക്കുന്നത് തങ്ങളാണെന്നത്രേ. യഥാർത്ഥത്തിൽ അവർ മറ്റുള്ളവരെക്കാൾ വഷളന്മാരാണ്. വിശ്വസിക്കാൻ കഴിയുമോ? പിന്നെ നിങ്ങൾ എന്തിനാണ് അവരെ ബഹുമാനിക്കുന്നത്? അത് റോമക്കാരുടെ മതവിശ്വാസമായതുകൊണ്ട്. ഒരു പൗരൻ തൻ്റെ നാട്ടിലെ മതത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ സീസറിനെ എങ്ങനെ ബഹുമാനിക്കും? മാതൃരാജ്യത്തെയും മറ്റു പലതിനെയും എങ്ങനെ ബഹുമാനിക്കും? ഈശോ സൈനികനെ സൂക്ഷിച്ചു നോക്കി. നീതിയുടെ മാർഗത്തിൽ നീ ഏറെ മുന്നേറിയിരിക്കുന്നു. മുമ്പോട്ട് പോയാൽ മതി. നിന്റെ ആത്മാവിനുണ്ടെന്ന് സ്വയം തോന്നുന്നതും എന്നാൽ പേരറിഞ്ഞുകൂടാത്തതും അവ്യക്തവുമായ ഒന്നിനെ നീ കണ്ടെത്തും. ആത്മാവോ? അതെന്താണ്? നീ മരിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ആർക്കറിയാം? എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരു ധീരപരാക്രമിയായി മരിച്ചാൽ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ഒരുക്കുന്ന ചിതയിലേക്ക്. ഞാനൊരു പാവപ്പെട്ടവനും നിസ്സാരനുമാണെങ്കിൽ എന്നെ ഒരു കുഴിയിലിട്ട് മൂടും, അല്ലെങ്കിൽ വഴിയരിയിൽ കിടന്നഴുകും. ഇത് നിന്റെ ശരീരത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. നിന്റെ ആത്മാവ് എവിടെ പോകും? എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ടോ? അതോ ഏലിസയത്തിലെ പൂന്തോട്ടത്തിൽ എത്താൻ ജൂപ്പിറ്റർ വിധിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ആത്മാവുള്ളൂ എന്നെനിക്കറിയില്ല. ഏലിയസത്തിൽ പോകുന്നവർക്ക് ഈ ഭൂമിയിലും ആനന്ദമയമായ ഒരു ജീവിതമുണ്ട്. ചിലരെ ജൂപ്പിറ്റർ നേരെ ഒളിമ്പസ് മലയിലേക്കും കൊണ്ടുപോകുന്നു. റോമൂളൂസിന് സംഭവിച്ചത് അതാണ്. ഓരോ മനുഷ്യനും ഒരാത്മാവുണ്ട്. ജന്തുക്കളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് ഈ ആത്മാവാണ്. ഒരു കുതിരയോ പക്ഷിയോ മീനോ ആകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇതിനെല്ലാം മാംസമേ ഉള്ളൂ. മരണമടഞ്ഞാലുടൻ പട്ടുപോകുന്ന മാംസം ഇല്ല. ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് മനുഷ്യനായി കഴിയാനാണ് ഇഷ്ടം. നിന്നെ ഒരു മനുഷ്യനാക്കുന്നത് നിന്റെ ആത്മാവാണ്. ആത്മാവില്ലെങ്കിൽ നീ ഒരു വെറും ജന്തു മാത്രമായിരിക്കും, സംസാരിക്കുന്ന ഒരു ജന്തു. ഈ ആത്മാവ് എവിടെയാണ്? അതെങ്ങനെയിരിക്കും? അതിന് രൂപമില്ല, പക്ഷെ അതിന് അസ്തിത്വമുണ്ട്.
അത് ലോകം സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നും വരുന്നു. ശരീരം മരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇസ്രയേലിലെ ദൈവത്തിൽ നിന്നാണോ ആത്മാവ് വരുന്നത്? ലോകത്തിൻ്റെ സൃഷ്ടാവും നാഥനുമായ ഏകദൈവത്തിൽ നിന്നും നിത്യനും സർവശക്തനുമായ ദൈവത്തിൽ നിന്നും. എന്നെപ്പോലുള്ള ഒരു പാവപ്പെട്ട പട്ടാളക്കാരനും ആത്മാവുണ്ട്. അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും എന്നാണോ പറയുന്നത്? അതെ, പാവപ്പെട്ട പട്ടാളക്കാരനും അയാളുടെ ആത്മാവിന് ദൈവം ഒരു സ്നേഹിതനാണ്. ആ ആത്മാവ് തെറ്റ് ചെയ്യാതിരുന്നാൽ മതി, നല്ലത് ചെയ്താൽ മതി. തെറ്റ് ചെയ്താൽ ദൈവം ചങ്ങാതിയല്ല, ശിക്ഷിക്കുന്നവനാകും. ഗുരു, ഇടയന്മാരും യൂദാസും എത്തിക്കഴിഞ്ഞു. കൂടെ കുറേ സ്ത്രീകളുമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയും വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, ജോൺ പറഞ്ഞു. സൈനിക, ഞാൻ പോകുന്നു. നല്ലവനായിരിക്കൂ. ഞാൻ നിങ്ങളെ വീണ്ടും കാണില്ലേ? എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സെപ്റ്റംബർ വരെ ഞാൻ ഗലീലയിലായിരിക്കും. പറ്റുമെങ്കിൽ അങ്ങോട്ട് വരൂ. കഫർനാമിലോ നസ്രസിലോ ആരോടെങ്കിലും ചോദിച്ചാൽ ഞാൻ എവിടെയാണെന്ന് എന്ന് പറഞ്ഞു തരും. കഫർനാമിൽ വന്നാൽ സീമോൻ പത്രോസിനെ തിരക്കുക. നസ്രസിൽ ജോസഫിൻ്റെ ഭാര്യയായ മേരിയെ തിരക്കുക. അതെൻ്റെ അമ്മയാണ്. വരൂ. സത്യദൈവത്തെപ്പറ്റി നിന്നോട് ഞാൻ വിശദമായി സംസാരിക്കാം. സീമോൻ പത്രോസ്, ജോസഫിൻ്റെ ഭാര്യ മേരി, പറ്റുമെങ്കിൽ ഞാൻ വരും. നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ അലക്സാണ്ടറെ ഓർമ്മിക്കുക. ജെറുസലത്ത് നിർത്തിയിട്ടുള്ള സൈനിക ദളത്തിൽപ്പെട്ട ആളാണ് ഞാൻ. യൂദാസ് ഇടയന്മാരും ഈശോ നിൽക്കുന്ന ഇടനാഴിയിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്കെല്ലാം സമാധാനം, ഈശോ പറഞ്ഞു. ഈശോ എന്തോ സംസാരിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ മെലിഞ്ഞൊരു പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഗുരു, രക്ഷക, അങ്ങ് വീണ്ടും എന്നെ അനുഗ്രഹിക്കണം. ഞാൻ അങ്ങേയും വീണ്ടും ചുംബിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഈശോയുടെ കൈകൾ ചുംബിച്ചു. പോയിക്കൊള്ളൂ, സന്തോഷമായിരിക്കൂ, നല്ലവളായിരിക്കൂ, ഒരു നല്ല മകൾ, പിന്നെ നല്ല ഭാര്യ, അതിനുശേഷം നല്ല അമ്മ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കണം. അവരോട് എന്നെപ്പറ്റി പറയണം. നിനക്കും നിന്റെ അമ്മയ്ക്കും സമാധാനം. ദൈവത്തിൻ്റെ സ്നേഹിതരായ എല്ലാവർക്കും സമാധാനവും അനുഗ്രഹവും. അലക്സാണ്ടറെ, നിനക്കും സമാധാനം. ഈശോ പോകുന്നു. ഞങ്ങൾ താമസിച്ചു പോയി. കുറേ സ്ത്രീജനങ്ങൾ ഞങ്ങളെ തടഞ്ഞു വെച്ചു. യൂദാസ് വിശദീകരിച്ചു. അവർ ഗെത്സെമനിൽ വന്നു. അങ്ങയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവൾ അവിടെയുള്ള കാര്യം അറിയാതെ ഞങ്ങൾ അവിടെ ചെന്നു. അങ്ങയോടൊപ്പം ഇങ്ങോട്ട് പോരാമെന്ന് കരുതി. പക്ഷേ അങ്ങ് നേരത്തെ അവിടെ നിന്നും പോന്നിരുന്നു. ആ സ്ത്രീകൾ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവരെ അവിടെ വിട്ടിട്ട് പോരാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ അവർ ഞങ്ങളെ വിട്ടില്ല. ഈച്ച പോലെ അവർ ഒട്ടിനിന്നു. അവർക്ക് 100,000 കാര്യങ്ങൾ അറിയണം. അങ്ങ് ആ പെൺകുട്ടിയെ സുഖപ്പെടുത്തിയോ? സുഖപ്പെടുത്തി. ആ റോമാക്കാരനോട് സംസാരിച്ചു. അയാൾ ഒരു നല്ല മനുഷ്യനാണ്. സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവനാണ് അയാൾ. യൂദാസ് ദീർഘമായി നിശ്വസിക്കുന്നു. യൂദാസേ, നീ എന്താണ് ദീർഘശ്വാസം വിടുന്നത്? ഈശോ ചോദിച്ചു. നമ്മുടെ ആളുകൾ സത്യം അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. അവർ സത്യത്തെ കണ്ടുമുട്ടാതിരിക്കാനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്നവരാണ്. കണ്ടാലും കണ്ടില്ലെന്ന മട്ടിൽ നടക്കുന്നവരാണ്. എനിക്കാകെ ഒരു ഉത്സാഹമില്ലായ്മ. എനിക്കിവിടെ തിരിച്ചു വരേണ്ട. അങ്ങ് പറയുന്നത് കേട്ടാൽ മാത്രം മതി. വേറൊന്നും വേണ്ട എന്ന് തോന്നുന്നു. ഏതായാലും ഒരു ശിഷ്യൻ എന്ന നിലക്ക് എന്നെക്കൊണ്ട് അങ്ങേക്ക് യാതൊരു പ്രയോജനവുമില്ല. എനിക്ക് പോകുന്നിടത്തെല്ലാം വിജയമാണ് എന്ന് നീ കരുതുന്നുണ്ടോ? നിരാശപ്പെടേണ്ട യൂദാസേ. പ്രേക്ഷിത വൃത്തിയിൽ ഈ ആന്തരിക സംഘർഷം ഒഴിച്ചുകൂടാനാകില്ല. വിജയത്തെക്കാളേറെ പരാജയമുണ്ടാകും. ഇവിടെ പരാജയം, പക്ഷെ അവിടെ സ്വർഗത്തിലെല്ലാം വിജയമാണ്. പിതാവ് നിന്റെ ആത്മാർത്ഥമായ ശ്രമം കാണുന്നു. നീ ഒന്നും നേടിയില്ലെങ്കിലും ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. അങ്ങ് നല്ലവനാണ്. യൂദാസ് ഈശോയുടെ കരം ചുംബിക്കുന്നു. ഞാൻ എന്തെങ്കിലും നല്ലവനാകുമോ? നിനക്ക് വേണമെങ്കിൽ ആകാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം. അതിന് ഞാൻ കുറച്ച് സഹിക്കേണ്ടി വന്നു. എനിക്ക് കുറേ മോഹങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ അങ്ങയെ ഓർത്തു. ഈ രീതിയിൽ തുടരൂ. നീ എനിക്ക് ഏറെ സന്തോഷം നിൽക്കൂ. എന്നോട് എന്തെല്ലാമാണ് പറയാനുള്ളത്? ഈശോ ഇടയന്മാരോട് ചോദിച്ചു. ഏലിയാസ് അങ്ങയുടെ ക്ഷേമം അന്വേഷിക്കുന്നു. അവൻ കുറച്ച് ആഹാരവും തന്നയച്ചിട്ടുണ്ട്. അവനെ മറക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ സ്നേഹിതന്മാരെ, ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ചുറ്റും പച്ചപ്പാടങ്ങളുള്ള ആ ചെറിയ ഗ്രാമം വരെ നമുക്ക് പോകാം. വൈകുന്നേരം യാത്ര തുടരാം. നിങ്ങളുടെ കൂടെ ആയിരിക്കുക എനിക്ക് സന്തോഷമാണ്.
എൻ്റെ അമ്മയെ കാണാൻ പോവുകയാണെന്നതും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനോട് സത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു എന്നതും എന്നെ സന്തുഷ്ടനാക്കുന്നു. അതെ, ഞാൻ സന്തുഷ്ടനാണ്. എൻ്റെ ദൗത്യം നിർവഹിക്കുന്നതും ആത്മാക്കൾ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണുന്നതും എന്നെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആത്മാർത്ഥമായി എൻ്റെ പിന്നാലെ വരുവാൻ കൂടുതൽ ഉത്സാഹം കാട്ടുമായിരുന്നു. ഞാൻ വേറൊന്നും കാണുന്നില്ല.